ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇത് സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് വോളിയത്തിലൊരു യൂണിറ്റാണ് സെമി കണ്ടക്ടർ. അപ്പോൾ ഈ യൂണിറ്റിനെ കുറിച്ച് പഠിക്കാൻ തിയറിയാണ് കൂടുതലുള്ളത്. ന്യൂമറിക്കൽസ് അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ഒക്കെ വളരെ വളരെ കുറവാണ്. ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. തിയറിയാണ്. നല്ല ഡീപ്പായിട്ട് നമ്മൾ എന്ത് പഠിക്കണം? സെമി കണ്ടക്ടറിനെ കുറിച്ചുള്ള തിയറിറ്റിക്കലായിട്ടാണ് പഠിക്കേണ്ടത്. കോമ്പറ്റീഷൻ എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ നീറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. വെറും തിയറിയാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ലോജിക് ഗേറ്റ്സുകളും. അപ്പോൾ എളുപ്പമുള്ളൊരു യൂണിറ്റാണ്. മാത്തമാറ്റിക്സ് ഒക്കെ വളരെ കുറവാണ്. ഒരുപാട് തിയറി പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ പോയിന്റുകൾ എഴുതും, നിങ്ങൾ അതേപോലെ നോട്ട് ചെയ്താൽ മതി. കാരണം വാരി വരിച്ച് എഴുതരുത്. ഓരോ പോയിന്റുകൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയും, അത് ഞാൻ ബോർഡിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ച് ചിത്രം വരച്ചിട്ട് പഠിച്ചാൽ മതി, പോയിന്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സെമി കണ്ടക്ടർ. അതിനു മുമ്പ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് നിങ്ങൾ അതിലുണ്ടായിരുന്നത് കണ്ടക്ടേഴ്സ് ആയിരുന്നു അല്ലേ? കണ്ടക്ടറുടെ പ്രത്യേകത എന്താണ്? ഇലക്ട്രിസിറ്റിനെ വളരെ ഈസി ആയിട്ട് കടത്തിവിടും അല്ലേ? കാരണം ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. നമ്മൾ ആ ഇലക്ട്രോൺസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്ന ഇലക്ട്രോൺസ് നമ്മൾ ബൗണ്ട് ഇലക്ട്രോൺസ് എന്ന് പറയും അല്ലേ? ന്യൂക്ലിയസുമായിട്ട് വളരെ സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. അവർ നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ വാലൻസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ നമ്മൾ അതിനെന്തെന്ന് പറയും? വാലൻസ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ആരെ കിട്ടുക? കറണ്ട് കിട്ടുക. അതാണ് സാധാരണ ഒരു കണ്ടക്ടറിൽ സംഭവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ സെമി കണ്ടക്ടർ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻസുലേറ്ററിൻ്റെയും കണ്ടക്ടറിൻ്റെ ഇടയ്ക്ക് വരും. കാരണം കണ്ടക്ടർ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യും, ഇൻസുലേറ്റർ ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആളാണ് ആര്? സെമി കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡീപ്പായിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത? നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻസിലൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. അപ്പോൾ സെമി കണ്ടക്ടർ എന്താണ് ശരിക്കും? വെരി ഇമ്പോർട്ടൻറ്റ് റോൾ, വെരി important role in electronic device. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ഒരു ആളാണ് ആര്? സെമി കണ്ടക്ടേഴ്സ്. ഇലക്ട്രോണിക് ഡിവൈസസ് ഇല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ല. നമ്മൾ ഏതൊരു കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സംഭവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ബോർഡൊക്കെ ഉണ്ടാവില്ലേ? ഒരുപാട് ഇലക്ട്രോണിക് സർക്യൂട്ട്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? അപ്പോൾ അതിലൊക്കെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? സെമി കണ്ടക്ടർ. അപ്പോൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ പാർട്ടാണ് ആര്? സെമി കണ്ടക്ടർ. അപ്പോൾ നിങ്ങൾ ട്രാൻസിസ്റ്റർ കേട്ടില്ലേ? ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ ഡയോഡ്, അതേപോലെ തന്നെ IC, ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. നമ്മൾ എപ്പോഴും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ടേമുകളാണ്. ഒന്ന് ട്രാൻസിസ്റ്റർ, ഒന്ന് ഡയോഡ്, അതേപോലെ തന്നെ ഒന്നെന്താണ്? IC, ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. ഇതൊക്കെ എന്താണ്? സെമി കണ്ടക്ടിങ് ഡിവൈസ് ആണ്. ഇതൊക്കെ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചു കൺസ്ട്രക്ട് ചെയ്ത സാധനങ്ങളാണ്. ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ ഡയോഡ്, അതേപോലെ തന്നെ IC, ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. അപ്പോൾ എക്സാമ്പിൾ സെമി കണ്ടക്ടർ ഏതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ? എക്സാമ്പിളായിട്ട് ട്രാൻസിസ്റ്ററിൽ അതേപോലെ തന്നെ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഡയോഡ്, അതേപോലെ തന്നെ IC, ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. ഇതിലൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ആ സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാനുള്ളത്. ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡയോഡിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? IC, ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എനർജി ലെവലാണ്. എനർജി ലെവൽ. അപ്പോൾ ഈ എനർജി ലെവൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ആറ്റംസ് എന്നുള്ള യൂണിറ്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ആറ്റംസ് എന്നുള്ള യൂണിറ്റിൽ ബോറിൻ്റെ ആറ്റം മോഡലിൽ അല്ലേ നിങ്ങൾ എനർജി ലെവൽ പഠിച്ചിട്ടുണ്ടാവും. ലൈമാൻ സീരീസ്, ബാൾമർ സീരീസ് ഒക്കെ പറഞ്ഞിട്ട് ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ്, ആ ഇലക്ട്രോൺ ഒക്കുപ്പ് ചെയ്ത എനർജി ലെവൽ എന്ന സംഭവം നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അവിടെ ഒരു ഐസൊലേറ്റഡ് ആറ്റം ആയിരുന്നു. കാരണം ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്? ബോറിൻ്റെ ഒരു ഡീമെറിറ്റ്സ് അതായിരുന്നു, മൾട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ഹൈഡ്രജൻ ആറ്റം മാത്രമേ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ? ബോർ ആറ്റം മോഡൽ, ഹീലിയം, നിയോൺ, അതേപോലെ തന്നെ മൾട്ടി വരുന്ന ആറ്റംസ് ഒന്നും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല? ബോറിന്. അപ്പോൾ നമ്മൾ സാധാരണ ഐസൊലേറ്റഡ് ആറ്റത്തിൽ
ഐസൊലേറ്റഡ് ആറ്റം, ഇലക്ട്രോൺ പ്രസന്റ് ഇൻ എനർജി ലെവലാണ്. ഇലക്ട്രോൺ പ്രസന്റ് ഇൻ എനർജി ലെവൽ. അപ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റംസ്, ഇപ്പോൾ നമ്മൾ ബോറിന്റെ ആറ്റം മോഡലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്? എനർജി ലെവലിലാണ്. എനർജി ലെവലിലാണ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ എനർജി ലെവൽ. എവിടെ? ഐസൊലേറ്റഡ് ആറ്റം. പക്ഷേ അതിന് പകരം നമ്മൾ ഇവിടെ ഐസൊലേറ്റഡ് ആറ്റം അല്ല. ഐസൊലേറ്റഡ് ആറ്റം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഹൈഡ്രജൻ. പക്ഷെ നമ്മൾ ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുക? സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ജെർമേനിയം അതേപോലെ തന്നെ സിലിക്കൺ ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ജെർമേനിയം അതേപോലെ തന്നെ ആരാണ്? സിലിക്കൺ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു സോളിഡ് ആറ്റം ആണ്. അപ്പൊ സോളിഡ് ആറ്റം ആവുമ്പോൾ എനർജി ലെവലിന് പകരം എനർജി ബാൻഡ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നൊരു വേർഡാണ് എനർജി ബാൻഡ്. എനർജി ബാൻഡ്. അപ്പൊ എന്താണ്? ഇൻ എ സോളിഡ് ആറ്റം instead of energy level using energy band. അപ്പൊ നമ്മൾ സാധാരണ എനർജി ലെവൽ എന്തായിരുന്നു? നമ്മൾ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കാണിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കാണിക്കാറുണ്ട് എനർജി ലെവൽസ്. ഇങ്ങനെ കാണിക്കാറില്ല നമ്മൾ എനർജി ലെവല് അല്ലെ? ഇങ്ങനെ എനർജി ലെവലുകൾ ഹൈഡ്രജൻ ആറ്റത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? പക്ഷേ അതൊക്കെ ഐസൊലേറ്റഡ് ആറ്റത്തിനാണ്. ഇപ്പൊ സോളിഡ് ആറ്റം ആണെങ്കിൽ എനർജി ലെവലിന് വരെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? എനർജി ബാൻഡ്. ഈ എനർജി ബാൻഡ് എന്ന് വെച്ചാൽ ക്ലോസ്ലി സ്പേസ്ഡ്. അടുത്തടുത്ത് ഒരുപാട് എനർജി ലെവൽസ് വരും. ഈ എനർജി ലെവൽസ് വളരെ ക്ലോസ്ഡ് അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? എനർജി ബാൻഡ്. ഇത് എപ്പോഴേ സംഭവിക്കുള്ളൂ? സോളിഡ് ആറ്റം, ഒരു ഐസൊലേറ്റഡ് അല്ല. ഒരു വലിയൊരു സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എനർജി ലെവൽ നമുക്ക് അടുത്തടുത്ത് വരും. ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എനർജി ലെവലിന് പകരം ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ത്? എനർജി ബാൻഡ്. എനർജി ബാൻഡ്. ക്ലിയർ ആണോ? അപ്പൊ ഈ എനർജി ബാൻഡിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിംപ്ലി എന്താണ് ഈ എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ? ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ് ആണ്. എനർജി ബാൻഡ് ആരാണ്? ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ്. ഒരുപാട് അടുത്തടുത്ത് വരുന്ന എനർജി ലെവൽസ് ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി ബാൻഡ് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ് ഗിവ്സ് എനർജി ബാൻഡ്. അപ്പൊ ഇവിടെ സെമി കണ്ടക്ടറിൽ ത്രൂ ഔട്ട് ആയിട്ട് ഉപയോഗിക്കൽ ആരെയാണ്? എനർജി ലെവലിന് പകരം എനർജി ബാൻഡ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ എനർജി ബാൻഡിന് രണ്ട് തരത്തിലുണ്ട്. ഒന്നാണ് വാലൻസ് ബാൻഡ്, ഒന്നാണ് വാലൻസ് ബാൻഡ് VB എന്ന് പറയും. വാലൻസ് ബാൻഡ് VB. ഇത് എന്താണ്? വാലൻസ് ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മളറിയാം സാധാരണ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. ആ വാലൻസ് ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യുമ്പോഴാണ് അത് ആരായി മാറുക? ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറുക. അപ്പൊ ഈ വാലൻസ് ഇലക്ട്രോൺ ഇരിക്കുന്ന ബാൻഡിനെ നമ്മൾ എന്തെന്ന് പറയാ? വാലൻസ് ബാൻഡ്. അപ്പൊ എന്താണ്? എനർജി ബാൻഡ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഈ വാലൻസ് ഇലക്ട്രോൺ ഇരിക്കുന്ന എനർജി ബാൻഡിനെ നമ്മൾ എന്തെന്ന് പറയാ? വാലൻസ് ബാൻഡ് VB. ശ്രദ്ധിക്കുക, ഫസ്റ്റ് VB ആണ്, അതിന് നമ്മൾ എന്തെന്ന് പറയാ? വാലൻസ് ബാൻഡ്. എനർജി ബാൻഡ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ. നമ്മളൊരു ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ പ്രസന്റ് ആയിരിക്കുന്ന എനർജി ബാൻഡിനെ നമ്മൾ എന്തെന്ന് പറയാ? വാലൻസ് ബാൻഡ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? ഇവിടെ ഒരിക്കലും കറണ്ട് കിട്ടൂല അല്ലെ? കാരണം വാലൻസ് ബാൻഡ് ഒരിക്കലും എന്തുണ്ടാവില്ല? ഈ ഇലക്ട്രോൺസ് ഒക്കെ ബൗണ്ടഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഈ ഇലക്ട്രോൺസിലേക്ക് പ്രത്യേകത എന്താണ്? ബൗണ്ടഡ് ഇലക്ട്രോൺസ്. സോ കറണ്ട് ഡസ് നോട്ട് ഫ്ലോസ്. കറണ്ട് ഒരിക്കലും ഫ്ലോ ചെയ്യൂല. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? ഈ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എസ്കേപ്പ് ആവണം. അവർക്ക് കുറച്ച് എനർജി കിട്ടുമ്പോൾ. അപ്പോഴാണ് എന്ത് ഇലക്ട്രോണായി മാറുക? ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറുക. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് നമ്മുടെ സാധനം എന്തെന്ന് പറയാറ്? ബൗണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയും. സോ കറണ്ട് ഡസ് നോട്ട് ഫ്ലോസ്. അതിലൊരിക്കലും നമുക്ക് എന്ത് കിട്ടൂല? കറണ്ട് കിട്ടില്ല. ക്ലിയർ? അപ്പൊ ആ ബാൻഡിനെ നമ്മൾ എന്തെന്ന് പറയാ? വാലൻസ് ബാൻഡ്. ഇനി അടുത്തത് വരുന്ന ബാൻഡാണ് ആര്? കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ വാലൻസ് ബാൻഡ് കഴിഞ്ഞാൽ അടുത്താണെന്ത്? കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് CB. ചിക്കൻ ബിരിയാണി അല്ല, CB. കണ്ടക്ഷൻ
ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് ആരായിരിക്കും? എനർജി ബാൻഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എനർജി ബാൻഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. എനർജി ബാൻഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്ന എനർജി ബാൻഡിനെ നമ്മൾ സാധനം എന്തെന്ന് പറയാ? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയാം അല്ലെ. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ ഇത് കാരണം നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. ദിസ് ഈസ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക് കറണ്ട്. ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ വന്നിട്ട് നമുക്ക് കാര്യമുള്ളൂ, എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. കാരണം ഇലക്ട്രോൺസ് ഒക്കെ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ക്ലിയർ? അപ്പൊ ഇതാണ് എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ള ലെവൽസ്. അത് ക്ലോസ്ലി സ്പേസ്ഡ് വന്നു കഴിഞ്ഞാൽ എനർജി ബാൻഡ്. ഈ എനർജി ബാൻഡ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡ് എന്താണ്? വാലൻസ് ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ള ബാൻഡ് ആണ് വാലൻസ് ബാൻഡ്. പക്ഷെ അത് ഫ്രീ അല്ലാത്ത കാരണം ബൗണ്ട് ആയിരിക്കും. സോ അവിടെ കറണ്ട് കിട്ടുന്നില്ല. പക്ഷേ ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടില്ലേ? ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുള്ള ബാൻഡിനെ നമ്മൾ എന്തെന്ന് പറയാ? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയാ. സോ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് കാരണം നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. ക്ലിയർ? അപ്പൊ ഇവിടെ വരുന്നൊരു ടേം ആണ് എനർജി ഗ്യാപ്പ്. ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? എനർജി ഗ്യാപ്പ് ആണ്. അടുത്തതാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡ് എന്ന് പറയാറുണ്ട്. എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്, EG. എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ സിംപ്ലി എനർജി ഗ്യാപ്പ് EG എന്നാണ് പറയാറ്. അല്ലെങ്കിൽ എന്തും പറയാറുണ്ട് അതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളതിൽ രണ്ട് ബാൻഡ് ഉണ്ട്. വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ നമ്മൾ എന്തെന്ന് പറയാ? എനർജി ഗ്യാപ്പ്. അപ്പൊ എനർജി ഗ്യാപ്പിന്റെ ഡെഫിനേഷൻ എന്താണ്? എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ VB ആൻഡ് CB. വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഇടയ്ക്കുള്ള സെപ്പറേഷൻ നമ്മൾ എന്ന് പറയാ? എനർജി ഗ്യാപ്പ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ഒരു ടേം ആണ് എനർജി ഗ്യാപ്പ്. EG എന്ന റെപ്രസെന്റേഷൻ ചിലപ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? സെപ്പറേഷൻ ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഇടയ്ക്കുള്ള സെപ്പറേഷൻ എന്തെന്ന് പറയാ? എനർജി ബാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. അപ്പൊ നമ്മൾ സാധാരണ എനർജി ഗ്യാപ്പ് എങ്ങനെ കാണിക്കുക? മീൻസ് ഇപ്പൊ ഇതാണ് നിങ്ങളുടെ VB എന്ന് വിചാരിക്കുക. ഇതാണ് VB, വാലൻസ് ബാൻഡ്. ഇതാണ് ആര്? CB, കണ്ടക്ഷൻ ബാൻഡ്. ഇവർക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ നമ്മൾ എന്തെന്ന് പറയാ? എനർജി ഗ്യാപ്പ് എന്ന് പറയാം. നമ്മൾ സാധാരണ എനർജി എടുക്കാം അല്ലെ. എനർജി എടുക്കുമ്പോൾ ഈ വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ എന്തെന്ന് പറയാ? വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ നമ്മൾ എന്തെന്ന് പറയാ? എനർജി ഗ്യാപ്പ് എന്ന് പറയാ. ഇത് സാധാരണ ഈ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഈ എനർജി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇലക്ട്രോൺ വോൾട്ടിലാണ്. നമുക്കറിയാം സാധാരണ എനർജിന്റെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ. സാധാരണ എനർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. പക്ഷേ മോഡേൺ ഫിസിക്സിൽ ആറ്റംസ്, ന്യൂക്ലി, ഡ്യുവൽ നാച്ചർ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എനർജി എന്തിനാണ് എക്സ്പ്രസ് ചെയ്യാറ്? ഇലക്ട്രോൺ വോൾട്ടിലാണ് അല്ലെ. മോഡേൺ ഫിസിക്സിൽ സാധാരണ എനർജി എക്സ്പ്രസ് ചെയ്യാറ് ഇലക്ട്രോൺ വോൾട്ടിലാണ്. പക്ഷെ നമുക്കറിയാം SI യൂണിറ്റ് ആരാണ്? ജൂൾ. അപ്പോൾ നമ്മുടെ റിലേഷൻ അറിഞ്ഞിരിക്കണം. 1 ഇലക്ട്രോൺ വോൾട്ട് is equal to 1.6 into 10⁻⁻19 ജൂൾ ആണ്. ഇതാണ് ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള റിലേഷൻ. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1.6 into 10⁻⁻19 ജൂൾ. ക്ലിയർ? അപ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ട്, ഇവർക്കിടയിലുള്ള ഈ സെപ്പറേഷൻ, ഇതിനെ നമ്മൾ എന്തെന്ന് പറയാ? എനർജി ഗ്യാപ്പ്. അത് സാധാരണ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യാറ്? ഇലക്ട്രോൺ വോൾട്ടിൽ. അപ്പൊ ഈ എനർജി ഗ്യാപ്പ് വെച്ചിട്ടാണ് എനർജി ഗ്യാപ്പ് ഡിറ്റർമിൻസ്. അപ്പോ വിഡ്ത്ത് ഓഫ് EG
ഡിറ്റർമിൻസ് ദ നാച്ചർ ഓഫ് മെറ്റീരിയൽ. ഡിറ്റർമിൻസ് ദ നാച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഈ വിഡ്ത്തില്ലേ, വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഇടയ്ക്കുള്ള വിഡ്ത്ത് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലേ, അതാണ് എനർജി ഗ്യാപ്പ്. ഈ എനർജി ഗ്യാപ്പ്, ആ വിഡ്ത്ത് വെച്ചിട്ടാണ് നമ്മളതിലുള്ള മെറ്റീരിയൽ കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ സെമി കണ്ടക്ടർ ആണോ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ആ വിഡ്ത്തിന്റെ സൈസിനനുസരിച്ചാണ് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വിഡ്ത്ത് ഓഫ് എനർജി ഗ്യാപ്പ് ഡിറ്റർമിൻസ് ദ നാച്ചർ ഓഫ് മെറ്റീരിയൽ. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോൺ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഇ.ജി. ഇ.ജിയിലകത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല, ഇ.ജിന്റെ അവിടെ ഒരിക്കലും ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ വാലൻസ് ബാൻഡ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ്. സാധാരണ വാലൻസ് ബാൻഡിൽ ഉണ്ടാവും അല്ലെ. സാധാരണ നമ്മൾ നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഒക്കെ വാലൻസ് ബാൻഡിൽ ഉണ്ടാവും. അത് എങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, എനർജി കൊടുത്ത് നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രോൺസ് ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, ഇ.ജി. എനർജി ഗ്യാപ്പിന്റെ അകത്ത് ഒരിക്കലും ആരുമില്ല, ഇലക്ട്രോൺസ് ഇല്ല. ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവുള്ളൂ, വാലൻസ് ബാൻഡിൽ ഉണ്ടാവാം, അവിടുന്ന് നേരെ ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം അല്ലെ. അല്ലാണ്ട് അതിന്റെ ഇടയ്ക്കുള്ള എനർജി ഗ്യാപ്പിൽ ഇലക്ട്രോൺസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്, ഇലക്ട്രോൺ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഇ.ജി. എനർജി ഗ്യാപ്പ്. അതേപോലെ തന്നെ വിഡ്ത്ത് വളരെ കൂടുതലാണെങ്കിൽ, വിഡ്ത്ത് ഈസ് മോർ, ഇലക്ട്രോൺസ് ആർ strongly attached with ന്യൂക്ലിയസ് ആണ്. വിഡ്ത്ത് വളരെ കൂടുതലാണെങ്കിൽ, ഈ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണെങ്കിൽ, ഇലക്ട്രോൺസ് ഒക്കെ എന്തായിരിക്കും, ന്യൂക്ലിയസുമായിട്ട് സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, CB-യിലേക്ക് പോകാൻ പറ്റില്ല. ഇലക്ട്രോൺസ് കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഇത്രയും എനർജി കിട്ടിയവർക്ക് പോകണം അല്ലെ. ദാറ്റ് മീൻസ് ഈ വിഡ്ത്ത് കൂടുക മീൻസ് എന്താ അർത്ഥം, ഈ എനർജി കൂടുക എന്നർത്ഥം അല്ലെ. ഈ എനർജി ഗ്യാപ്പ് കൂടുക മീൻസ് ആ എനർജി കൂടിയെന്നർത്ഥം. ദാറ്റ് മീൻസ് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാലേ ഇലക്ട്രോണിന്റെ ബാലൻസ് കണ്ടക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പോഴേ അത് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിഡ്ത്ത് കൂടിയാൽ എന്താ അർത്ഥം, ഇവരൊക്കെ ന്യൂക്ലിയസുമായിട്ട് സ്ട്രോങ്ലി അറ്റാച്ച്ഡ്. അപ്പോൾ വിഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞു വരണം, അപ്പോഴാണ് ഈസി ആയിട്ട് ഇലക്ട്രോണിന്റെ ഷിഫ്റ്റ് നടക്കുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ എന്താ പറയുക, എനർജി ഗ്യാപ്പ് എന്ന് പറയാം. ക്ലിയർ? ഈ പോയിന്റുകളൊക്കെ അതേപോലെ നോട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് കൂടുതൽ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത സബ് ഹെഡിങ് എഴുതാം, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. സോ നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. നമുക്ക് ഈ എനർജി ഗ്യാപ്പിന്റെ വിഡ്ത്ത് അനുസരിച്ച് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് കണ്ടക്ടർ. നമ്മൾ ഓൾറെഡി അറിയുന്ന സംഭവം അല്ലെ, കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കണ്ടക്ടറിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് അവരുടെ എനർജി ഗ്യാപ്പ് 0 ആയിരിക്കും. അപ്പോൾ എന്താണ് കണ്ടക്ടറിന്റെ പ്രത്യേകത, CB ആൻഡ് VB. CB എന്താണ്, കണ്ടക്ഷൻ ബാൻഡ്. VB എന്താണ്, വാലൻസ് ബാൻഡ് ആർ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ എന്ത് സംഭവിക്കും, എനർജി ഗ്യാപ്പ് എന്താണ്, എനർജി ഗ്യാപ്പ് 0 ആയിരിക്കും. ശ്രദ്ധിക്കുക, കണ്ടക്ടറിന്റെ അകത്തുള്ള എനർജി ഗ്യാപ്പ് എന്താണ്, 0. എനർജി ഗ്യാപ്പ് 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാളും ഓവർലാപ്പ് ചെയ്തു, എനർജി ഗ്യാപ്പ് 0 ആയി. അപ്പൊ ഇലക്ട്രോൺ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി മൂവ് ഫ്രം VB ടു CB. ഇലക്ട്രോൺസ് ഒക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ഷിഫ്റ്റ് എന്ന് വെച്ചോളൂ, ഈസിലി ഷിഫ്റ്റ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ടാണ് ഇയാൾ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയത്. ക്ലിയർ? അപ്പോൾ ഇയാളെ എനർജി ലെവൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ എനർജി ഉണ്ട് ഇലക്ട്രോൺ വോൾട്ടിൽ. ക്ലിയർ? ഇവിടെ ആരുണ്ട്, സോ ദിസ് ഇസ്, ഇതേതാ ബാൻഡ്, ഇത് VB വാലൻസ് ബാൻഡ്. ക്ലിയർ? അതിന് തൊട്ട് മുകളിലായിട്ട് ആരുണ്ടാവും, CB കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും. കാരണം അവർ പരസ്പരം ഓവർലാപ്പ് ചെയ്തു. ഇവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം എന്ത് ചെയ്തു, ഓവർലാപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടുത്തെ എനർജി ഗ്യാപ്പ് ആരായി,
എനർജി ഗ്യാപ്പ് ഇല്ല. കാരണം കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെ ഇടയ്ക്ക് ഒരു വിഡ്ത്ത് വന്നാലാണ് എനർജി ഗ്യാപ്പ് ഉണ്ടാവുക. ഇവിടെ എനർജി ഗ്യാപ്പ് ഒന്നും ഇല്ല. അപ്പൊ ഈസിലി ഇലക്ട്രോൺ ക്യാൻ ഷിഫ്റ്റ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ടാണ് കണ്ടക്ടർ, നമ്മൾ അതിന് കണ്ടക്ടർ എന്ന് പറയാനുള്ള കാരണം ഈസി ആയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് കിട്ടാനുള്ള കാരണം. കാരണം അവർക്കിടയിൽ എന്തില്ല, എനർജി ഗ്യാപ്പ് ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ. ഇതിന് എക്സാമ്പിൾസ് നമുക്കറിയാം, മെറ്റൽസ് അല്ലെ, മെറ്റൽസ് ആണ് മെറ്റൽസ്. അപ്പം മെറ്റൽസ് ആണ് സാധാരണ കണ്ടക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ അല്ലെ. മെറ്റൽസ് എന്നാൽ എന്താണ്, നമുക്ക് അലുമിനിയം അല്ലെ, കോപ്പർ, ഇങ്ങനത്തെ ഏത് വേണമെങ്കിലും എടുക്കുക, സിൽവർ അല്ലെ, ഇതൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് നമുക്കറിയാം. അപ്പൊ ഇതാണ് കണ്ടക്ടർ. ക്ലിയർ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, ശ്രദ്ധിക്കാൻ ഇവിടെയാണ് എഴുതുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ. ഈ ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനർജി ഗ്യാപ്പ്, വിഡ്ത്ത് ഓഫ് Eg ഈസ് മോർ. ഈ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. എനർജി ഗ്യാപ്പ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് എനർജി ഗ്യാപ്പ് Eg ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ നമുക്കറിയാം ആ എനർജി ഗ്യാപ്പ് റെപ്രസെന്റ് ചെയ്യൽ ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പൊ എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ, 3 ഇലക്ട്രോൺ വോൾട്ടിനെക്കാളും കൂടുതലാണെങ്കിൽ അത്തരം മെറ്റീരിയലിനെ നമുക്ക് എന്തെന്ന് പറയാ, ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പൊ നമ്മൾ സാധാരണ അവരെ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, അവരെ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതാണ് എനർജി അല്ലെ. ഇവിടെ എനർജി ഉണ്ട്, ഇലക്ട്രോൺ വോൾട്ട് അല്ലെ. ഇവിടെ എനർജി ഉണ്ട്, ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ആര്, ഇവിടെ VB ഉണ്ട്, ബാലൻസ് ബാൻഡ് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ആരുണ്ടാവും, ഇവിടെ CB ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ്. ഇവർക്കിടയിലുള്ള എനർജി ഗ്യാപ്പ് എന്ത് വരും, എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺസ് നിങ്ങളിപ്പോ എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ചിട്ടും നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി കൊടുത്താൽ കൂടി ഇലക്ട്രോൺസിന് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. നിങ്ങൾ എനർജി കൊടുത്താൽ കൂടി ഇയാൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സ് ആയത്, ഒരിക്കലും ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പോയിന്റ് എന്താണ്, ഇലക്ട്രോൺസ് could not shift from VB to CB. Electrons could not shift from VB to CB by external agency. എക്സ്റ്റേണൽ ഏജൻസി, ദാറ്റ് മീൻസ് ഹീറ്റോ ഇങ്ങനത്തെ എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡോ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺസിനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായാൽ ആ ഇലക്ട്രോൺസ് ഒക്കെ ന്യൂക്ലിയസിലേക്ക് ബൗണ്ട് ചെയ്ത് വെക്കും, നമുക്കത് ഫ്രീ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ മെറ്റീരിയൽ നമ്മൾ എന്തെന്ന് പറയാനുള്ള കാരണം, ഇൻസുലേറ്റർ എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആണോ? ഇയാൾക്ക് എക്സാമ്പിൾ നമുക്കറിയാം, റബ്ബർ, അതേപോലെ തന്നെ വുഡ്, ഇതൊക്കെ എന്താണ്, കണ്ടക്ട് ചെയ്യാറുണ്ടോ? ഇല്ല. അതാരാണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. ക്ലിയർ. അപ്പോൾ അവിടെ രണ്ട് മെറ്റീരിയൽ പറഞ്ഞു, കണ്ടക്ടർ പറഞ്ഞു, ഇൻസുലേറ്റർ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മളെ ഈ യൂണിറ്റിൽ വരുന്ന ആൾ അല്ലേ, അതാരാണ്, സെമി കണ്ടക്ടർ. സോ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്, മൂന്നാമത്തെ ആരാണ്, സെമി കണ്ടക്ടർ. അതന്നെ നമ്മുടെ യൂണിറ്റിൽ വരുന്ന ആള് അല്ലേ. സോ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടറുടെ എന്താണെന്ന് വെച്ചാൽ, സെമി കണ്ടക്ടർ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. അപ്പോൾ വിഡ്ത്ത് എന്തായിരിക്കും, ഒരു മീഡിയം റേഞ്ച് ആയിരിക്കും. വിഡ്ത്ത് ഒരു മീഡിയം ആയിരിക്കും. വിഡ്ത്ത് ഒരു മീഡിയം അല്ലേ. ഓവർലാപ്പും അല്ല. കണ്ടക്ടറിന്റെ കേസിൽ എന്താണ്, CB BB ഓവർലാപ്പ് ചെയ്തു, അപ്പോൾ ഈസി ആയിട്ട് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻസുലേറ്റർ ഒരുപാട് അകലെയാണ്, ഇവർക്ക് ഏകദേശം ഒരു ആവറേജ് ആയിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരും. അതുകൊണ്ടാണ് ഇയാൾ എന്ത് പേര് പറയാനുള്ള കാരണം, സെമി കണ്ടക്ടർ. സോ എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയ കാരണം ഇപ്പോൾ നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരച്ചാൽ
ഇത് എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഇതാണ് ആര്, ദിസ് ഇസ് VB, ബാലൻസ് ബാൻഡ്. ശരിയല്ലേ, ഇതാണ് ബാലൻസ് ബാൻഡ്. അതേപോലെ തന്നെ ഇതാണ് ആര്, CB, കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവർക്കിടയിൽ എനർജി ഗ്യാപ്പ് എന്ത് വരും, EG ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. EG ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ച്. നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി, അത് ഹീറ്റ് ആവാം അല്ലെ, ഹീറ്റ് ആവ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ് ക്യാൻ ഷിഫ്റ്റ് ഫ്രം VB to CB, ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസി. അപ്പോൾ എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയാൽ ഇലക്ട്രോൺസ് ക്യാൻ ഷിഫ്റ്റ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? അതുകൊണ്ടാണ് നമുക്ക് സെമി കണ്ടക്ടർ എന്താക്കി മാറ്റാം. ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ഇയാൾ ഒരു കണ്ടക്ടർ അല്ല, പക്ഷെ നമുക്ക് ഇയാൾക്ക് എന്താക്കി മാറ്റാം, ഒരു കണ്ടക്ടറാക്കി മാറ്റാം, കാരണം എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ഒന്ന് സിലിക്കൺ, അതേപോലെ തന്നെ ഒന്ന് ജെർമേനിയം. ഇതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതല്ല വേറെ ഉണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് സിലിക്കൺ, അതേപോലെ തന്നെ ജെർമനി. ഈ സിലിക്കന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയത്തിൻ്റെത് 1.41 ഇലക്ട്രോൺ വോൾട്ട്. സോറി, ജെർമേനിയ കേട്ടോ 0.67 മാറിപ്പോയി. ജെർമേനിയം 0.67ഉം സിലിക്കൺ 1.41 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക, മീൻസ് ജെർമേനിയത്തിന് 0 അല്ല 0.67 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ എനർജി ഗ്യാപ്പ് ഉള്ളൂ ജെർമേനിയത്തിന്. സിലിക്കൺ 1.41. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺസിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാളെ കണ്ടക്ടറാക്കി മാറ്റാം. മനസ്സിലായി? അങ്ങനെയാണ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ എനർജി ഗ്യാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്, ഇത് വെച്ചിട്ടാണ് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പറയുന്നത്. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ആരെയാണ്, സെമി കണ്ടക്ടർ. ഓക്കെ. അടുത്ത് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടർ. SC എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ. ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടർ. നമ്മുടെ സെമി കണ്ടക്ടറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി പറയുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടർ. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, എനർജി ഗ്യാപ്പ്. lies between 0 to 3 electron volt. 0 അല്ലേ, 0.1 കേട്ടോ, 0.1 ഇലക്ട്രോൺ വോൾട്ട് ടു 3 ഇലക്ട്രോൺ വോൾട്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, എനർജി ഗ്യാപ്പ് ലൈസ്. എനർജി ഗ്യാപ്പ് energy gap lies between 0.1 electron volt to 3 electron volt. അപ്പോൾ എപ്പോഴും ഈ സെമി കണ്ടക്ടറിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.1 മുതൽ 3 ഇലക്ട്രോൺ വോൾട്ട് വരെയാണ് വരിക. എനർജി ഗ്യാപ്പ് ലൈസ് ബിറ്റ്വീൻ 0.1 ഇലക്ട്രോൺ വോൾട്ട് ടു 3 അല്ലെ, 0.1 മുതൽ 3 വരുന്ന മെറ്റീരിയലിലേക്ക് നമ്മൾ എന്തായിട്ട് പറയുക, സെമി കണ്ടക്ടർ. പിന്നെ അടുത്ത പ്രത്യേകത എന്താ വെച്ചാൽ ഇയാളെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ നെഗറ്റീവ് ആണ്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട്. ഒരു സെമി കണ്ടക്ടറിന്റെ ഒരു ഗ്രാഫൊക്കെ നമ്മൾ വരച്ച ഓർമ്മയില്ലേ? ഇവിടെ നമ്മൾ റെസിസ്റ്റിവിറ്റി റോ, ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എടുത്ത് നമുക്ക് ഇങ്ങനെയായിരുന്നു ഗ്രാഫ് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുക, ഇവിടെ നമ്മളിതൊക്കെ നമ്മൾ സെമി കണ്ടക്ടറിന്റെ കാര്യമാണ്, പക്ഷെ അത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഈ സെമി കണ്ടക്ടറിന്റെ ആൽഫ എന്ന് പറഞ്ഞ സംഭവം അല്ലേ, നമ്മൾ ടെമ്പറേച്ചർ വെച്ച് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസിന്റെ. അപ്പോൾ ആ ആൽഫനെ നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും സെമി കണ്ടക്ടർ അല്ലേ.
ദാറ്റ് മീൻസ് റോ വേഴ്സസ് ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് സാധാരണ കിട്ടുക അല്ലേ. പിന്നെ എന്തായിരുന്നു കൺക്ലൂഷൻ? ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. റെസിസ്റ്റൻസ് കുറയും അല്ലേ. അപ്പൊ ഇതായിരുന്നു സെമി കണ്ടക്ടറിന്റെ വേറൊരു പ്രത്യേകത അല്ലെ. അതുകൊണ്ടല്ല ആൽഫ വാല്യൂ നെഗറ്റീവ് വന്നത്. നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റെസിസ്റ്റൻസ് കുറയും അല്ലെ. ടെമ്പറേച്ചർ ഇൻക്രീസ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ കുറയും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ആഡിങ് ഇംപ്യൂരിറ്റി, അത് നമ്മൾ പഠിക്കും എന്താ സംഭവം എന്ന്. ആഡിങ് ഇംപ്യൂരിറ്റി, ആഡിങ് ഇംപ്യൂരിറ്റി ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ. അപ്പൊ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ ആ പ്രോസസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്യുക, ആഡിങ് ഇംപ്യൂരിറ്റി. നമ്മൾ ആ ഒരു സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? അയാളെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ നമുക്ക് അയാളെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്, സെമി കണ്ടക്ടറിലെ ചാർജ് കാരിയേഴ്സ്, അത് ഇലക്ട്രോൺസും ഉണ്ട് ഹോൾസും. നമ്മൾ പറയും എന്താണ് ഈ ഹോൾ എന്നുള്ള കാര്യം നമ്മൾ പറയും. ഓക്കെ. ഇലക്ട്രോൺസ് എന്തായാലും നമുക്ക് അറിയാലോ. സാധാരണ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ചാർജ് കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. നമ്മളിപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ച സമയത്ത് എന്തായിരുന്നു? കണ്ടക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അകത്തെ ചാർജ് കാരിയേഴ്സ് ആരായിരുന്നു? ഇലക്ട്രോൺസ് ആയിരുന്നു. പക്ഷേ ഒരു സെമി കണ്ടക്ടറിൻ്റെ അകത്തെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും വരാം ഹോൾസും വരാം. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൻ്റെ അകത്തെ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും വരാം ഹോൾസും. ഈ ഹോൾ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും അടുത്ത സെക്ഷനിൽ. ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന അടുത്ത പോയിന്റ് ഇയാൾക്ക് എക്സാമ്പിളായിട്ട് സാധാരണ നമ്മൾ എന്താ എടുക്കാറ്? ഒന്ന് ജെർമേനിയം, അതേപോലെ തന്നെ സിലിക്കൺ അല്ലേ. എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കാറ് ഒന്ന് സിലിക്കൺ, പിന്നെ ഒന്ന് ജെർമേനിയം. സിലിക്കണിന്റെ ശരിക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 284 ആണ്. ഇവിടെ സിലിക്കണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചില്ലേ? 284 ആണ്. ഇയാളത് 28184 ആണ്. ജെർമേനിയത്തിന് 28184. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, സിലിക്കണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് സിലിക്കണും ജെർമേനിയം. 284. ജെർമേനിയം ആണെങ്കിൽ 28184. ദാറ്റ് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എപ്പോഴും എന്തുണ്ടാവും? ഔട്ടർ മോസ്റ്റ് ഷെൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എപ്പോഴും എന്തുണ്ടാവും? 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിക്കാറുണ്ട്. ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ CDS, CDT, ഇതൊക്കെ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ മെയിൻലി ഉപയോഗിക്കാറ് സിലിക്കണും ജെർമേനിയുമാണ് അല്ലെ. ബാക്കിയൊക്കെ പോളി ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിക്കാം, CDS ഉപയോഗിക്കാം, CDT, ഇതൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ അറിഞ്ഞിരിക്കുക സിലിക്കണും ജെർമേനിയം. പിന്നെ ഒരു എനർജി ഗ്യാപ്പും അല്ലേ. ഒന്നെത്രയായിരുന്നു? 0.67ഉം മറ്റേത് 1.1 ഇലക്ട്രോൺ വോൾട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെയാണ് സെമി കണ്ടക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ. ഇനി അടുത്തത് ഞാൻ പറയുന്നത് എഫക്റ്റ് ഓഫ് എന്താണ്? ടെമ്പറേച്ചർ. അടുത്തത് പറയുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ശ്രദ്ധിക്കുക, ഈ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താ പറയുന്നത് വെച്ചാൽ അറ്റ് 0 കെൽവിൻ in a semiconductor, covalent bonds are very strong. Covalent bonds are very strong, so no free electrons for conduction. No free electrons for conduction. അപ്പോൾ 0 കെൽവിൻ നമ്മുടെ സാധാരണ 0 കെൽവിൻ അറ്റ് 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ നോർമൽ റൂം ടെമ്പറേച്ചർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു റെഫറൻസ് ആയിട്ട് നമ്മൾ വേൾഡ് യൂണിവേഴ്സിൽ മൊത്തം ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് എപ്പോഴും 0 കെൽവിനാണ് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ അറ്റ് 0 കെൽവിൻ അല്ലെ, 0 കെൽവിനിൽ ഇൻ എ സെമി കണ്ടക്ടർ
covalent bonds are very strong, so no free electrons for conduction. അപ്പോൾ 0 കെൽവിനിൽ ശരിക്കും സെമി കണ്ടക്ടർ ആരാണ്? സെമി കണ്ടക്ടർ ബിഹേവ് ആസ് ഇൻസുലേറ്റർ ആണ്. SC behave as insulator. അപ്പോൾ ശ്രദ്ധിക്കുക, 0 കെൽവിനിൽ എപ്പോഴും സെമി കണ്ടക്ടർ ആരായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. കാരണം അവിടെ കൊവാലന്റ് ബോണ്ടൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് കാരണം ഇലക്ട്രോൺസിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സെമി കണ്ടക്ടർ 0 കെൽവിനിലൊക്കെ ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് വെച്ചാൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ some of the covalent bond break. At high temperature some of the covalent bond break and a few electrons becomes free. പക്ഷെ വളരെ കുറച്ച് ഇലക്ട്രോൺസേ ഫ്രീ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അറ്റ് ഹൈ ടെമ്പറേച്ചർ, സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടർ എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണ്. പക്ഷേ അറ്റ് ഹൈ ടെമ്പറേച്ചർ സം ഓഫ് ദ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്, ഫ്യൂ ഇലക്ട്രോൺസ് ബിക്കംസ് ഫ്രീ. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ ആ സമയത്ത് എന്താവും? SC ബിഹേവ് ആസ് പുവർ കണ്ടക്ടർ. ശ്രദ്ധിക്കുക വാക്ക്, പുവർ കണ്ടക്ടർ. ഒരു നല്ല കണ്ടക്ടർ ഇപ്പോഴും ആയിട്ടില്ല അല്ലേ? അപ്പോൾ സാധാരണ 0 കെൽവിനിൽ അയാളൊരു ഇൻസുലേറ്ററാണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചില കൊവാലന്റ് ബോണ്ടൊക്കെ ബ്രേക്കായി, ഹീറ്റ് എനർജി കിട്ടിയപ്പോൾ അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിയാലേക്ക് ഹീറ്റ് എനർജി കിട്ടും. അപ്പോൾ ചില കൊവാലന്റ് ബോണ്ടൊക്കെ ബ്രേക്കായി, എന്നിട്ട് വളരെ കുറച്ച് ഇലക്ട്രോൺസ് എവിടെ എത്തി? എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? കണ്ടക്ഷൻ ബാൻഡിലെത്തി. അപ്പോൾ അയാളൊരു നല്ല കണ്ടക്ടർ ആയിട്ടില്ല. SC എന്താണ്? സെമി കണ്ടക്ടർ ബിഹേവ് ആസ് പുവർ കണ്ടക്ടർ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഇയാളൊരു കണ്ടക്ടറായി എന്ന് പറയാൻ പറ്റില്ല, ഒരു പുവർ കണ്ടക്ടർ ആയിട്ടുണ്ടാവും. ഒരു നല്ല കണ്ടക്ടർ ആയിട്ടില്ല. ആരായിട്ട് മാറി? ഇൻസുലേറ്റർ ആയിട്ട് ഇരുന്ന ആളൊരു പുവർ കണ്ടക്ടർ ആയിട്ട് മാറി അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സംഭവിക്കുക. ശ്രദ്ധിക്കുക, ഇത് 0 കെൽവിൻ. 0 കെൽവിനിൽ ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ് അല്ലേ? നമുക്കറിയാം ഇത് 0 കെൽവിൻ. അടുത്ത ഞാൻ വരയ്ക്കുന്നത് ഹൈ ടെമ്പറേച്ചർ. ഇത് ഹൈ ടെമ്പറേച്ചർ അല്ലേ? ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ. ശ്രദ്ധിക്കുക, 0 കെൽവിൻ ഇവിടെ എനർജി ലെവൽ ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് വരച്ചു എന്ന് മാത്രം. 0 കെൽവിനിൽ നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. കാരണം കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുക? അയാൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ 0 കെൽവിൻ ഇയാൾ ആരാണ്? ഇൻസുലേറ്റർ. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ഒക്കെ എവിടെയായിരിക്കും? ക്ലോസ്ലി അറ്റാച്ച്ഡ് വിത്ത് ന്യൂക്ലിയസ് അല്ലെ? സ്ട്രോങ്ലി അറ്റാച്ച്ഡ് വിത്ത് ന്യൂക്ലിയസ്. ദാറ്റ് മീൻസ് ആ ഇലക്ട്രോൺസ് ഒക്കെ എവിടെ ഉണ്ടാവുക? വാലൻസ് ബാൻഡിൽ. ആ ഡോട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ള ആളുകൾ ആരാണ്? ഈ ഡോട്ട് ആയിട്ട് വരുന്ന ആളാരാണ്? ഡോട്ടൊക്കെ ഇലക്ട്രോൺ ആണ്. ക്ലിയർ? ആ ഇലക്ട്രോൺ ഒക്കെ എവിടെയുള്ളത്? വാലൻസ് ബാൻഡിൽ. കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് ഒന്നും ഷിഫ്റ്റ് ചെയ്തില്ല. അത് എനർജി ഗ്യാപ്പാണ് അല്ലത്? എനർജി ഗ്യാപ്പാണ്, ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 0 കെൽവിൻ ഇയാൾ ആരാണ്? ഇൻസുലേറ്റർ ആണ്. 0 കെൽവിൻ ഇയാൾ ഇൻസുലേറ്റർ ആണ്. ഇനി ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും? വളരെ കുറച്ച് ഇലക്ട്രോൺസ്, ദാറ്റ് മീൻസ് കുറച്ച് ഇലക്ട്രോൺ ഇവിടെ എത്തി. ഒരു 3 ഇലക്ട്രോൺ ഇവിടെ എത്തി വിചാരിക്കും. അവിടെ 3 ഇലക്ട്രോൺ എവിടെ എത്തി? CB കണ്ടക്ഷൻ ബാൻഡിലെത്തി. നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഒരു 3 ഇലക്ട്രോണ് ഷിഫ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലെത്തി. അപ്പോഴാണ് ഇയാൾ ആരായിട്ട് ബിഹേവ് ചെയ്യുക? പുവർ കണ്ടക്ടറായി മാറുക. കാരണം ഈ ഇത്രയും ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരുപാടുണ്ടെന്ന് ആകെ 3 ആളുകളെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ക്ലിയർ? ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ ഉണ്ട്. ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ക്ലിയർ? ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ക്ലിയർ ആണോ? ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്.
മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഹോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. എന്താണ് ഈ ഹോൾ എന്ന് പറഞ്ഞാൽ? എടപ്പോൾ ഇവിടുന്ന് എന്താ ഈ ഇലക്ട്രോൺ എവിടെ പോയി? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവില്ലേ? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയി, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയി, വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയപ്പോൾ ഒരു വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിനെ നമ്മൾ ഹോൾ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് 3 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്തത്? 3 ഇലക്ട്രോൺ ആണ് വാലൻസ് ബാൻഡിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിൽ കണ്ടൻഷൻ ബാൻഡിൽ എത്തിയത് അല്ലേ? അപ്പോൾ 3 ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ആ വേക്കൻസി ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ സാധാരണ ഹോൾ എന്ന് പറയാം. ക്ലിയർ? ശ്രദ്ധിക്കുക, നമുക്ക് പുതിയൊരു ടേം കിട്ടി, ഹോൾ. മനസ്സിലായോ? അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? ഈ ഇലക്ട്രോൺ ഇവിടെ എത്തി, ഈ ഇലക്ട്രോൺ ഇവിടെ എത്തി, ഈ ഇലക്ട്രോൺ ഇവിടെ എത്തി അല്ലേ? ഇവിടുന്ന് ഒരു 3 ഇതിൽ ഉണ്ടായിരുന്ന 3 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഒരു 3 വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ആ വേക്കൻസി നമ്മൾ എന്താ പറയുക? ഹോൾ. ഓക്കെ, അപ്പോൾ അടുത്തത് പഠിക്കേണ്ടത് എന്താണ് ഹോൾ എന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത സബ്ഹെഡിങ് താഴെ എഴുതിയാൽ മതി. ഹോൾ. ഹോൾ എന്താണ്? സിംപ്ലി എന്താണ്? വേക്കൻസി ക്രിയേറ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ ആണ്. Vacancy created by an electron when shifting from BB to CB. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വേക്കൻസിക്ക് നമ്മൾ എന്തെന്ന് പറയാ? ഹോൾ. അപ്പോൾ ഹോൾ എന്താണ്? വേക്കൻസി ക്രിയേറ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ. Vacancy created by an electron when shifting from valence band to conjunction band അല്ലേ? അല്ലെങ്കിൽ സിംപ്ലി മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺ ക്രിയേറ്റ് ഹോൾ. ഇലക്ട്രോൺ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞത്? ഹോൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ? ഇലക്ട്രോൺ ഇവിടുന്ന് മിസ്സായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു റീജിയൻ, അതിന് നമ്മൾ എന്താ പറയുക? ആ ഫ്രീ സ്പേസ് നമ്മൾ എന്താ പറയുക? ഹോൾ. പക്ഷെ ഹോൾ ഒരു വെർച്വൽ പോസിറ്റീവ് ചാർജ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഹോൾ ബിഹേവ് ആസ് വെർച്വൽ പോസിറ്റീവ് ചാർജ്. കാരണം ഇലക്ട്രോൺ ഒന്ന് പോയി, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് റീജിയൻ ആണ് ഉണ്ടാവുക അല്ലേ? നെഗറ്റീവ് നഷ്ടം, ഇലക്ട്രോൺ തന്നെ നെഗറ്റീവ്, അത് ലീവ് ചെയ്ത് പോയാൽ അവിടെ ഒരു പോസിറ്റീവ് വെർച്വൽ സ്പേസ് ഉണ്ടാവും. അതുകൊണ്ട് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും? ഇത് ബിഹേവ് ആണ്, ഇതൊരു വെർച്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഹോൾ ബിഹേവ് ആസ് വെർച്വൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രോണ് ഉണ്ടാക്കിയ വേക്കൻസി, ആ വേക്കൻസി നമ്മൾ എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഒരു പോസിറ്റീവ് വെർച്വൽ ചാർജ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ടാണ് ഹോൾ ബിഹേവ് ആസ് പോസിറ്റീവ് വെർച്വൽ ചാർജ്. ഹോൾ ബിഹേവ് ആസ് പോസിറ്റീവ് വെർച്വൽ ചാർജ്. ക്ലിയർ ആണോ? പിന്നെ ഈ ഹോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോളിന്റെ എഫക്റ്റീവ് മാസ് മോർ ദാൻ ഇലക്ട്രോൺ ബട്ട് മൊബിലിറ്റി ലെസ് ദാൻ ഇലക്ട്രോൺ. അടുത്ത ഈ ഹോളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹോളിന്റെ എഫക്റ്റീവ് മാസ്, അയാളെ മാസ് കുറച്ചുകൂടി കൂടുതൽ ആരെ കാട്ടിയും? ഇലക്ട്രോണിനെ കാട്ടിയും അല്ലേ? ഇലക്ട്രോൺ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്കുമ്പോൾ ഹോൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ആക്കും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വെർച്വൽ ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിനെ നമ്മളൊരു എന്താ പറയുക? ഇലക്ട്രോണിനെ നമ്മളൊരു നെഗറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഹോൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു പോസിറ്റീവ് വെർച്വൽ ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ അവിടെ മാസ് എന്താണ്? എഫക്റ്റീവ് മാസ് മോർ ദാൻ ഇലക്ട്രോൺ. മാസ് ഇലക്ട്രോണിനെക്കാട്ടിയും കൂടുതലാണ്, പക്ഷേ മൊബിലിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഇലക്ട്രോണിന് അത്ര ഇല്ല. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഹോൾ എഫക്റ്റീവ് മാസ് മോർ ദാൻ ഇലക്ട്രോൺ. ഹോളിന്റെ എഫക്റ്റീവ് മാസ് ഇലക്ട്രോണിനെക്കാട്ടിയും കൂടുതലാണ്, ബട്ട് മൊബിലിറ്റി ലെസ് ദാൻ ഇലക്ട്രോൺ. മൊബിലിറ്റി ആരെക്കാട്ടിയും കുറവാണ്? ഇലക്ട്രോണിനെക്കാട്ടിയും കുറവാണ്. ദാറ്റ് മീൻസ് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ആരത്ര ഇല്ല? ഇലക്ട്രോൺ. ദാറ്റ് മീൻസ് ഇലക്ട്രോണും ഹോളും എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആണ് നല്ല ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുക. ഹോൾ ഒരു വേക്കൻസിയാണ്, കണ്ടക്ഷൻ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു സെമി കണ്ടക്ടറിലെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് നമ്മൾ ആരൊക്കെ എടുക്കും? ഇലക്ട്രോണിനെ നമ്മൾ ചാർജ് കാരിയേഴ്സ് ആയിട്ട് എടുക്കാറുണ്ട്, ഹോളിനെ നമ്മൾ ചാർജ് കാരിയേഴ്സ് ആയിട്ട് എടുക്കാറുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടറിന്റെ
ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോണും വരും ഹോളും വരും അല്ലേ, അതാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്. ചാർജ് കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ. ഹോൾ എന്താണ്? എവിടുന്നാണോ ഇലക്ട്രോൺ മിസ്സായത് ആ മിസ് ചെയ്യുന്ന അവിടെയൊക്കെ നമ്മളൊരു പോസിറ്റീവ് വെർച്വൽ ചാർജ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ആ പോസിറ്റീവ് വെർച്വൽ ചാർജ് നമ്മൾ എന്തെന്ന് പറയാ? ഹോൾ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ശരിക്കും എന്ത് പറയുന്നത്? സെമി കണ്ടക്ടർ. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായല്ലോ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ മനസ്സിലായല്ലോ, ഹോൾ എന്നുള്ള കോൺസെപ്റ്റും ക്ലിയർ ആണല്ലോ. ഓക്കെ.